അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണം മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബ് തആല ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അതിൽ വരുന്ന ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നുബൂവത്ത് ലഭിച്ചു. അതിനുശേഷം വീട്ടിൽ പുതപ്പിട്ട് മൂടി പൊന്നുമോള് ഫാത്തിമ ചോദിച്ചു, ഉമ്മച്ചി ഇതാരാണ്, ഉപ്പച്ചിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സാഹചര്യമാണ്. വീട്ടിൽ അതുവരെ സന്തോഷമായിരുന്ന ആ അകത്തളങ്ങളെല്ലാം സങ്കടം കൊണ്ട് മൂകതമായിരിക്കുന്നു. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ മെല്ലെ മെല്ലെ മാറി മാറി വന്നു. രോഗമെല്ലാം മാറി ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ഇനി നബിക്കുള്ള ജോലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ലോകത്ത് വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെല്ലാവരും ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു അഹദ് എന്ന് പറയുന്ന സുന്ദരമായ വാക്യം ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ട ഉപ്പായുടെയും ജോലി ഇനി അതാവുമെന്ന് ഫാത്തിമ മോൾക്കറിയാം. അങ്ങനെ ആരിലേക്കാണ് ദീൻ പ്രചരിപ്പിക്കേണ്ടത്? ആദ്യമായി ആരെയാണ് ദീനിലേക്ക് ക്ഷണിക്കേണ്ടത്? ആരെയെങ്കിലും പോയി കൺവിൻസ് ചെയ്ത് ദീനിലേക്ക് ക്ഷണിച്ചാൽ അവർ ദീനിലേക്ക് വരുമോ, അതോ തൻ്റെ വാക്കുകളെ തട്ടിക്കളയുമോ എന്ന് ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ക്ലേശം അനുഭവപ്പെട്ടപ്പോൾ ആദ്യമായി പ്രിയപ്പെട്ടവന്റെ മുൻപിൽ വന്ന് ആ കൈകളെ ചേർത്ത് പിടിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ പന്താവിലേക്ക് ആദ്യമായി കയറി വരുന്നത് മറ്റാരുമായിരുന്നില്ല, ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടവൾ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവിയാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് കയറി വരുന്നത്. നമ്മൾ അവിടെ ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെ പറയുമ്പോൾ ഒരു ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ ഇടം വലം നോക്കാതെ ആദ്യമായി അത് ഏറ്റെടുക്കുന്നത് ഒരു ഭാര്യയാണ്. ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ബോണ്ട്, ആ വിശ്വാസം, തൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് എന്താവട്ടെ, നല്ലതാവട്ടെ ആവാത്തതാവട്ടെ, എന്നിരുന്നാലും എങ്ങനെയായാലും അത് സ്വീകരിക്കാൻ മനസ്സാ വാചാ കർമ്മണ സജ്ജമാണ് എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ആ പ്രവൃത്തിയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാം കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ആദ്യമായി വിശ്വസിച്ച് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവിക്ക് രണ്ട് കൂട്ടുകാരികളുണ്ട്. അവരെപ്പോഴും വീട്ടിൽ വരും, ഫാത്തിമ മോളെ എടുക്കും, കൊഞ്ചിക്കും, ലാളിക്കും. അങ്ങനെ അവർ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ വരും, കൊഞ്ചിക്കും, ലാളിക്കും. പക്ഷെ ആ ഒരു മൂകമായ സാഹചര്യമായത് കൊണ്ട് ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരികൾ സൽമാ ബീവിയും ഉമ്മു ഫളിൽ എന്ന് പറയുന്ന മഹദിയും ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് എപ്പോഴും വരും. അവർ രണ്ടുപേരും ഫാത്തിമ മോളുടെ ഉപ്പാപ്പമാരുടെ ഭാര്യമാരാണ്. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റൊന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഭാര്യമാരായിരുന്നു. അവർ വീട്ടിലേക്ക് എപ്പോഴും വരും. അതുപോലെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്ന രണ്ടുപേരാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്. ഫാത്തിമ മോളുടെ മറ്റൊരു ഉപ്പാപ്പയുടെ മകനാണ് മഹാനായ അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുപോലെ വീട്ടിലെപ്പോഴും ഉണ്ടായിരുന്നു അള്ളാന്റെ റസൂലിന്റെ അടിമ സെയ്ദ് എന്ന് പറയുന്നയാള്. ആ സെയ്ദ് എന്ന് പറയുന്ന മഹാൻ അള്ളാഹുവിന്റെ റസൂലിന് സമ്മാനമായി വിവാഹം കഴിഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്ത ഒരു അടിമയായ പൊന്നുമോനാണ്. സ്വന്തം മകനെ പോലെ വളർത്തി സ്വന്തം ഉപ്പയെ പോലെ കണ്ടു.
അങ്ങനെ മക്കയിൽ ഒന്നടങ്കം ചർച്ചകളാണ്. പുതിയ ഒരു മതം വന്നിട്ടുണ്ടത്രേ. അൽ അമീൻ എന്ന് നമ്മൾ വിളിച്ച മുഹമ്മദാണത്രേ അതിൻ്റെ പ്രവാചകൻ. അവരുടെ അരികിലേക്ക് റബ്ബിൽ നിന്ന് ജിബ്രീൽ വരുന്നുണ്ടത്രേ. മൂസാ നബിയിലേക്ക് ജിബ്രീൽ വന്നതുപോലെ മുഹമ്മദിന്റെ അരികിലേക്കും ജിബ്രീൽ വരുന്നുണ്ടത്രേ. ചർച്ച ഇങ്ങനെ നടക്കുമ്പോൾ പിന്നീട് ഇസ്ലാമിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സൗറിലെ കൂട്ടുകാരൻ, ആ ചരിത്രം നമുക്ക് പിന്നീട് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ബന്ധാവിലേക്ക് കയറി വന്നു. കുട്ടികളിൽ ആദ്യമായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ബന്ധാവിലേക്ക് കയറി വന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കയറി വന്നു. പിന്നീട് ആ വീട്ടിന്റെ ഒരു സുപ്രഭാതത്തിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു മഹദിയായ ഉമ്മു ഫളിൽ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇസ്ലാമിലേക്ക് കയറി വന്നു. പിന്നീട് ഓരോ ആളുകളും ഇസ്ലാമിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരുന്നു. അള്ളാഹിൻ്റെ റസൂലിന് ഫാത്തിമ ബീവി അല്ലാതെ വേറെയും പെൺമക്കളുണ്ട്. ഫാത്തിമ ബീവിയുടെ കൂടെ കളിക്കാൻ കളിത്തോഴരായി അള്ളാഹിൻ്റെ റസൂലിൻ്റെ പെൺമക്കൾ സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയെ കുടുംബത്തിൽപ്പെട്ട ഹാല എന്ന് പറയുന്ന സ്ത്രീയുടെ മകൻ അബുൽ ആസ് എന്ന് പറയുന്ന വ്യക്തിയാണ് കല്യാണം കഴിച്ചത്. അവർ അല്പം ദൂരെയാണ് താമസം. പക്ഷെ വലിയ സ്നേഹമാണ് ഭാര്യയോട്. ഉപ്പയെ കാണാൻ ഇടയ്ക്ക് വരും, ഉപ്പയോട് വന്ന് സന്തോഷങ്ങൾ പങ്കിടും. ഈ മഹാനായ അബുൽ ആസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കച്ചവടത്തിന് ദൂരസ്ഥലത്തേക്ക് പോയ സമയത്താണ് മക്കയിൽ ഇത്യാദി സംഗതികളെല്ലാം നടക്കുന്നത്, ചർച്ചകളെല്ലാം നടക്കുന്നത്. ദൂരദിക്കിൽ നിന്നും അറിഞ്ഞ മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ നേരെ ഉപ്പയുടെ അരികിലേക്ക് വന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പന്താവിലേക്ക് ചേരുകയാണ്. മറ്റു രണ്ട് മക്കളെ വല്യുപ്പ അബൂലഹബിന്റെ മക്കളായ ഉത്തുബയും ഉത്തൈബയുമാണ് കല്യാണം കഴിച്ചത്. അവരുടെ ഉമ്മു ജമീൽ എന്ന് പറയുന്ന ദുഷ്ടയായ ഒരു സ്ത്രീ ആയിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇസ്ലാം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, കൽബുകളിൽ നിന്ന് കൽബുകളിലേക്ക് അള്ളാഹുവിൻ്റെ നൂറാനിയത്ത് ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പറ്റാതെ വന്ന ഖുറൈശി കിങ്കരന്മാർ ഇസ്ലാമിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും മുസ്ലിമീങ്ങളെയും പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിപ്പിച്ചു. അങ്ങനെ ഈ അബൂലഹബിന്റെ മകനോടും പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിന്റെ മക്കളെ, അള്ളാഹിന്റെ റസൂലിന്റെ 2 മക്കളെയും തൊലാഖ് ചെല്ലണം, ഇടപാട് തീർക്കണം എന്നുള്ളൊരു വിഷമകരമായ, എന്തിനു വേണ്ടി? അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ലാത്തയെയോ വസയെയോ മനാത്തയെയോ ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അവരൊന്നും നിങ്ങളുടെ ആരാധനാമൂർത്തികളല്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങൾക്ക് ഖൽബ് തന്ന, നിങ്ങൾക്ക് കണ്ണ് തന്ന, നിങ്ങൾക്ക് കാത് തന്ന, ചിന്തിക്കാനുള്ള നിങ്ങളുടെ മസ്തിഷ്കം തന്ന നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞത് കാരണം കൊണ്ട് മാത്രം അള്ളാഹിന്റെ റസൂലിന്റെ 2 പെൺമക്കൾ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നു. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിയും തോറും വിഷയങ്ങൾ സങ്കീർണമാവാൻ തുടങ്ങി. ഇസ്ലാം ഇങ്ങനെ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, കൽബുകളിൽ നിന്ന് കൽബുകളിലേക്ക് പരക്കാൻ തുടങ്ങി. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മക്കയിൽ വലിയ ഒരു സംഗതി ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ ഒരിക്കലും തിരസ്കരിക്കാനോ മറക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്ത വലിയ ഒരു സംഗതി നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്കത് ചർച്ച ചെയ്യാം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഒരു ചെറിയ വിഷയങ്ങളെല്ലാം നിങ്ങൾ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യുക. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.